അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഇടതുപക്ഷത്തെ നയിക്കുക? കേരളത്തിലെ കോൺഗ്രസിനും ബി ജെ പിക്കും വേണ്ടി ഈ വിവരം എത്തിച്ചു കൊടുക്കാൻ പരക്കം പായുന്ന മാപ്രകൾ ചെവി തുറന്ന് കേട്ടോളൂ. പുതിയ ദേശീയ ജനറൽ സെക്രട്ടറി എം.എ. ബേബി അക്കാര്യത്തിൽ അസന്നിഗ്ധമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി 2 ടേം കഴിഞ്ഞു തുടങ്ങിയ പല തൊടുന്യായങ്ങൾ മാധ്യമങ്ങളിലൂടെ എഴുതിപ്പിടിപ്പിച്ച് എങ്ങനെ പിണറായി വിജയനെ മാറ്റാമെന്ന് പല തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നവരുടെ തലയിലേറ്റ ഇടിയാണ് ആ വാക്കുകൾ. ഒരു കാര്യം കൂടി, അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പിണറായി വിജയൻ തന്നെ ആയിരിക്കുമല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടാവുക. ഞാൻ താങ്കൾ ഇന്നലെ അങ്ങനെ പറയുന്നത് കേട്ടു. അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയായിട്ടും പിണറായി വിജയനെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് തന്നെയാണോ പാർട്ടിക്കുള്ളത്? പിണറായി തന്നെ ആയിരിക്കുമോ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ മുഖം എന്ന് പറയുന്നത്? ഇന്ത്യയിലെ CPM-ൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് സഖാവ് പിണറായി വിജയൻ. കേന്ദ്ര കമ്മിറ്റിയിലെയും പോളിറ്റ് ബ്യൂറോയിലെയും ഏറ്റവും പ്രായം ചെന്നയാളാണ് സഖാവ് പിണറായി വിജയൻ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയിക്കുന്നയാളാണ് സഖാവ് പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യനായി ഏറ്റവും ജനകീയനായ നേതാവാണ്. ജനങ്ങൾക്കൊരു രക്ഷാകർത്താവിൻ്റെ ബോധമാണ്. പിന്നെ വെള്ളപ്പൊക്കവും കോവിഡും മറ്റു ദുരിതങ്ങളുമെല്ലാം ഉണ്ടായപ്പോൾ ഒരു കുടുംബനാഥനെ പോലെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സഖാവ് പിണറായി വിജയൻ ചേർത്തു പിടിച്ചത്. ഇതെല്ലാം നമുക്ക് ഓർമ്മയുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നേതാവ്, പാർട്ടി സംഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നയാൾ സജീവമായി ആരോഗ്യത്തോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ്റിനെ നയിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നു. അങ്ങനെ ഒരാളല്ലാതെ ആരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പാർട്ടിയെ നയിക്കേണ്ടത്? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഈ വർഷം അവസാനം പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിലും LDF-നെയും പാർട്ടിയെ നയിക്കുന്നത് സഖാവ് പിണറായി വിജയനായിരിക്കും. അപ്പോൾ തുടർഭരണം കിട്ടുകയാണെങ്കിൽ എന്ത് വേണമെന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കാറുള്ളതാണ്. താങ്ക് യു എം.എ. ബേബി. അപ്പോൾ അഭിവാദ്യങ്ങൾ. അപ്പോൾ ഇടയ്ക്ക് പുസ്തക വായനയും ഇടയ്ക്ക് അങ്ങേക്ക് പ്രിയപ്പെട്ട പാട്ടുകളും ഗസലുകളും ഒക്കെ നടക്കട്ടെ. ഇടയ്ക്ക് കലയെ കൂടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്വരലയ ഒക്കെ നമുക്കറിയാം. അതേപോലെ ഈ വളരെ കലാപരമായി തന്നെ നമ്മളുടെ ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകട്ടെ. പണ്ട് ലെനിൻ പറഞ്ഞതുപോലെ മുദ്രാവാക്യങ്ങൾ കവിതകളായി തീരുന്നത് സർഗാത്മകമായ നേതൃത്വം വരുമ്പോഴാണ്. താങ്ക് യു. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ 3-ാം വട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പിണറായി വിജയനെ പറ്റി ഇറക്കാൻ പറ്റുന്ന കള്ളക്കഥകൾ പരമാവധി ഇറക്കിക്കോളൂ. നയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അത് ദേശീയ ജനറൽ സെക്രട്ടറി കൂടി അക്കാര്യം സ്ഥിരീകരിക്കുന്ന സന്ദർഭത്തിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ അമ്പാന്മാരെ. നേരെ കമല ഇൻ്റർനാഷണൽ എന്നും വിദേശത്തേക്ക് ഡോളർ കടത്തിയെന്നും കോടികളുടെ ആസ്തിയാണെന്നും അങ്ങനെ പല പല പുതിയ കഥകൾ മാധ്യമങ്ങളിലൂടെ നാളെ മുതൽ എഴുതിപ്പിടിപ്പിച്ച് തുടങ്ങിക്കോളും. കാര്യം നയിക്കാൻ ദ റിയൽ ക്യാപ്റ്റൻ തന്നെ എത്തുമ്പോൾ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ആ വ്യക്തിയെ എങ്ങനെയൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കാൻ പറ്റുമോ, അവഹേളിക്കാൻ പറ്റുമോ, അതിനു വേണ്ടിയുള്ള പ്രവർത്തികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളൂ. അയാളുടെ വഴിക്ക് പോകും. ആ പോകുന്ന വഴി അല്ലെങ്കിൽ ആ സഞ്ചരിക്കുന്ന വഴി അത് ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് വലിയ സ്വീകാര്യത ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവും പ്രായവുമെല്ലാം എക്സെപ്ഷൻ കൊടുത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവെന്നുള്ള നിലയ്ക്ക് അടുത്ത തവണയും കേരളത്തിൽ പാർട്ടിയെ നയിക്കാൻ പിണറായി അല്ലാതെ മറ്റാര് എന്ന ചോദ്യം ജനറൽ സെക്രട്ടറിയായ എം.എ. ബേബി തന്നെ വ്യക്തമാക്കിയത്. ഇതിനപ്പുറത്തേക്ക് ഇനി ആരുടെ അഭിപ്രായം വരാനില്ലല്ലോ. സ്വാഭാവികമായിട്ടും 2026 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തെ തന്നെയാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇടുത്തി പോലെയാണ് കോൺഗ്രസിൻ്റെയും സംഘപരിവാറിൻ്റെയും ക്യാമ്പുകളിൽ വന്ന് പതിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ പല പല വാർത്താ വിസ്ഫോടനങ്ങൾക്ക് ഇത് അവസരമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.